ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിലുള്ള അതിപ്രധാനമായ വിശിഷ്ട ഗുണങ്ങളിൽ ഒന്നാണ് അൽ ഹയാ, ലജ്ജാശീലം എന്നത്. മനുഷ്യരിലേക്ക് തിന്മകളും വൃത്തികേടുകളും അശ്ലീലതകളും അധാർമികതകളും കയറി വരുന്ന വാതിൽ കൊട്ടിയടക്കുന്ന സൽസ്വഭാവമാണ് അൽ ഹയാ അഥവാ ലജ്ജാശീലമുണ്ടാവുക എന്നത്. നാണവും മാനവുമുള്ളവരായി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് മാന്യനും മനുഷ്യത്വമുള്ളവനും സംസ്കാര സമ്പന്നനുമായി മാറാൻ സാധിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ടത് തന്നെയാണ് ലജ്ജാശീലമെന്നാണ് ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ വസിക്കവേ പിശാചിൻ്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട കരി ഭക്ഷിച്ചതിനാൽ അവരുടെ നഗ്നത അവർക്ക് തന്നെ വെളിവാവുകയും ആ സമയത്ത് നഗ്നത മറക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ ദാഖ അശ്ശജറ, അവർ രണ്ടുപേരും ആ മരത്തിൻ്റെ കനി ആസ്വദിച്ചപ്പോൾ ബദത് ലഹുമാ സൗആതഹുമാ, അവരുടെ നഗ്നത വെളിവാവുകയുണ്ടായി. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, ആ തോട്ടത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് ഇരുവരും തങ്ങളുടെ നഗ്നത മറക്കാൻ ശരീരം പൊതിയാൻ തുടങ്ങിയെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ ലജ്ജാശീലത്തിനുള്ള പങ്ക് കുറച്ചൊന്നുമല്ല. അതുകൊണ്ടാണ് ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് നടത്തിയവരായിരുന്നു എന്ന് പഠിപ്പിക്കുന്നത് പോലെ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സൽസ്വഭാവമായിരുന്നു ലജ്ജയുള്ളവരാകണം എന്ന കാര്യവും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന മിമ്മാ അദ്റകന്നാസ് മിൻ കലാമിൻ നുബുവത്തിൽ ഊല, മുമ്പ് തന്നെ വന്ന പ്രവാചകന്മാർ അവരെ സമൂഹത്തെ പഠിപ്പിച്ച കാര്യത്തിൽപ്പെട്ടതായിരുന്നു, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നാണവും മാനവുമില്ലെങ്കിൽ നീ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. സഹോദരങ്ങളെ, നമുക്ക് നാണമില്ലെങ്കിൽ മാനമില്ലെങ്കിൽ ലജ്ജയില്ലെങ്കിൽ നാം ഏത് തിന്മയിലേക്കും അകപ്പെട്ടു പോകുമെന്നാണ് പ്രവാചകന്മാർ അവരുടെ സമൂഹത്തെ പഠിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലജ്ജ എന്ന മാനുഷിക ഗുണം ഇസ്ലാമിൽ ഉന്നതവും ഉദാത്തവുമായ സ്ഥാനമുള്ള സ്വഭാവമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ള പറയുകയാണ്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖാ, ഓരോ ദീനിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ടാകും. വ ഖുലുഖുൽ ഇസ്ലാം അൽ ഹയാ, ഇസ്ലാമിലെ ഏറ്റവും നല്ല സ്വഭാവം ലജ്ജയാണ്, നാണവും മാനവുമാണ്. റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഏതൊരു മതത്തിനും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൽഗുണമുണ്ടാകും, ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു നല്ല സ്വഭാവമുണ്ടാകും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വഖുലുഖുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സൽ സ്വഭാവം അൽ ഹയാ, അത് ലജ്ജയാകുന്നു. ലജ്ജ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കൽ പ്രവാചക സദസ്സിൽ വെച്ചുകൊണ്ട് അനുചരന്മാർ ലജ്ജയെക്കുറിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ഫഖാലു യാ റസൂലല്ലാഹ് അൽ ഹയാഉ മിനദ്ദീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയെക്കുറിച്ച് പറയുന്നവരോട് അതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഈ ലജ്ജ എന്നത് ദീനിൻ്റെ ഭാഗമാണോ, മതത്തിൻ്റെ ഭാഗമാണോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ബൽ ഹുവ ദീനു കുല്ലുഹ്, ദീൻ മുഴുവൻ ലജ്ജയാണ്, ലജ്ജ മുഴുവൻ ദീനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്
അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് ലജ്ജ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞ വ്യത്യസ്ത ഹദീസുകളിൽ കാണാം, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ഇന്നൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പറയുന്ന നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസുണ്ട്, അൽ ഈമാനു ബിൽഉം വസബ്ഊന ശുഅബ, ഈമാൻ 70-ലധികം ശാഖകളാകുന്നു. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉത്കൃഷ്ടമായത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യൽ അതിലേറ്റവും താഴ്ന്ന പദവിയാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജയും ഈമാനിൻ്റെ ഭാഗമാണ്. പണ്ഡിതന്മാർ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ, അപ്പോൾ വാചികമായ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ ഈമാനിൻ്റെ ഭാഗമാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ അത് പ്രവർത്തിയും കൊണ്ട് ചെയ്യുന്ന ഈമാനിൻ്റെ ഭാഗമാണ്. എന്നാൽ ഉൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അത് ഹൃദയം കൊണ്ടുള്ള ഇബാദത്താണ്. വാചികമായ ഇബാദത്ത്, പ്രവർത്തനം കൊണ്ടുള്ള ഇബാദത്ത്, ഹൃദയം കൊണ്ടുള്ള ഇബാദത്ത്, ഹൃദയം കൊണ്ടുള്ള ഒരു ഇബാദത്താണ് ലജ്ജ എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്. ഒരാൾ ലജ്ജ കൊണ്ട് മറ്റുള്ളവനെ ഉപദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ദഅഹു, അദ്ദേഹത്തെ വിട്ടേക്ക്, ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, അതൊക്കെ മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. അതൊന്നും ഉപദേശിച്ചുണ്ടാക്കേണ്ടതല്ല, അതൊക്കെ സ്വയം ഉണ്ടാകേണ്ടതാണ്, അതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈമാനും ലജ്ജയും പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു വിശ്വാസിയിൽ നിന്ന് ലജ്ജ കുറഞ്ഞു പോയാൽ പതിയെ അവൻ്റെ ഈമാനും കുറഞ്ഞു പോകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഈമാൻ കുറഞ്ഞു പോയാൽ അവന് ലജ്ജയും നഷ്ടപ്പെടും. കാരണം എന്താണ്? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖരിനാ ജമീഅ, വിശ്വാസവും ലജ്ജയും പരസ്പരം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ-ആഖർ, അതിൽ നിന്ന് ഒന്ന് പോയാൽ മറ്റൊന്നും പോകും, ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്നും നഷ്ടപ്പെടും. വിശ്വാസവും ലജ്ജയും പരസ്പരം ബന്ധിതമാണ്. ഒന്ന് പോയാൽ മറ്റൊന്നുണ്ടാവുകയില്ല. സുഹൃത്തുക്കളെ, ഈമാൻ കുറഞ്ഞാൽ ലജ്ജ കുറയും, നാണം നഷ്ടപ്പെട്ടാൽ ഈമാനും നഷ്ടപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ സദാസമയവും നമ്മൾ നിലനിർത്തേണ്ടുന്ന ഒരു സൽഗുണമാണ് ലജ്ജ എന്ന സൽ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞത് എന്താണെന്നറിയുമോ? കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദു ഹയാഅൻ മിനൽ അദ്റാഇ ഫി ഖിദ്രിഹാ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ പെണ്ണ്, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലുള്ള ഒരു പെണ്ണ് മണിയറയിൽ അകത്തളത്തിൽ ഒതുങ്ങിക്കൂടുന്നത് പോലെ നാണമുള്ള വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ റആ ശൈഅൻ യുക്രിഹു അറഫ്നാഹു ഫി വജ്ഹിഹി, പറ്റാത്ത വല്ലതും അവിടെ സംഭവിച്ചാൽ, പറ്റാത്തൊരു വാക്ക് പ്രവാചകന്റെ സദസ്സിൽ വെച്ച് പറഞ്ഞു പോയാൽ, പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത ഒരു പദപ്രയോഗം ഞങ്ങളെങ്ങാനും നടത്തിപ്പോയാൽ അത് പ്രവാചകന്റെ മുഖത്ത് പ്രകടമാകുമായിരുന്നു. പ്രവാചകന്റെ മുഖത്ത് ലജ്ജ കൊണ്ട് പറയാൻ പാടില്ലാത്തൊരു വാക്കായി പോയി എന്ന് മുഖത്ത് നിന്ന് ഞങ്ങൾ വായിച്ചെടുക്കുമായിരുന്നു എന്നാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വഹാബികളിൽ അങ്ങേയറ്റം ലജ്ജാശീലനായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, ഈ ഉമ്മത്തിൽ ഈ സമൂഹത്തോട് ഏറ്റവും കരുണ കാണിക്കുന്നവൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, ഈ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ, ഈ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ ദീനിൽ ഏറ്റവും കണിശതയുള്ളവൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഏറ്റവും അധികം ലജ്ജ കാണിക്കുന്നവൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അനുവാദം ചോദിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. പ്രവാചകൻ ഒരേ രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകൻ്റെ അരികിലിരുന്നു. എൻ്റെ ഉപ്പ വന്ന് പ്രവാചകൻ്റെ അടുത്തിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നു, അനുവാദം ചോദിച്ചു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അനുവാദം കൊടുക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, അകത്തേക്ക് കയറി. പ്രവാചകൻ അതേ ഇരുത്തം ഇരിക്കുകയായിരുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വസ്ത്രം ശരിയാക്കി നേരെ ഇരുന്നു. ഞാൻ ചോദിച്ചു, പ്രവാചകരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോഴും ഇല്ലാത്തൊരു മാറ്റം എന്തേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ താങ്കളിൽ കണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ അസ്തഹീ മിനർ റജുൽ തസ്തഹീ മിൻഹുൽ മലായിക. മലക്കുകൾ പോലും ലജ്ജ കാണിക്കുന്നവന്റെ കാര്യത്തിൽ ഞാനും ലജ്ജ കാണിക്കേണ്ടതില്ലേ? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഞാനെങ്ങാനും അതേ ഇരുത്തം ഇരുന്നുവെങ്കിൽ അവിടേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരികയില്ല, പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുകയുമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വസ്ത്രം ശരിയാക്കി എൻ്റെ നഗ്നതയൊന്നും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അല്പം കൂടി മാന്യത കാണിച്ച് ഞാൻ ഇരുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന കോലത്തിലിരുന്നാൽ ഒരുപക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വരിക പോലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ലജ്ജ അത് നന്മയല്ലാതെ മറ്റൊന്നും നമുക്ക് കൊണ്ടുവന്ന് തരികയില്ല. റസൂലുള്ള പറയാണ്, അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ. അൽ ഹയാ, ലജ്ജയുണ്ടല്ലോ, ലാ യഅതി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ കൊണ്ടുവരികയില്ല കേട്ടോ. അൽ ഹയാഉ കുല്ലുഹു ഖൈർ, ലജ്ജ മുഴുവൻ നന്മയാണ്, ലജ്ജ മുഴുവൻ നന്മയാണ്. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ലജ്ജാശീലം നമ്മിൽ നിന്ന് പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാണവും മാനവുമുള്ളവർ എണ്ണം കുറഞ്ഞു വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നാം ദിനേന സ്ഥിരമായി കാണുന്നതും കേൾക്കുന്നതും അധാർമികതകളും അശ്ലീലതകളും വൃത്തികേടുകളും തിന്മകളുമായി മാറിയപ്പോൾ ആ തിന്മ ചെയ്യാത്തവർക്ക് പോലും തിന്മകളോടുള്ള ഗൗരവം കുറഞ്ഞു വരികയാണ്. അതൊക്കെ കണ്ടാലും വലിയ കുഴപ്പമില്ല, അതൊന്നും കേട്ടാലും ഒരു പ്രശ്നമല്ല എന്നിടത്തേക്ക് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് പാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലജ്ജയുടെ കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കേണ്ടവരാണ് സ്ത്രീകൾ. സ്ത്രീകളും പുരുഷന്മാരും ലജ്ജശീലമുള്ളവരാകണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം സ്ത്രീകളോട് അല്പം കൂടി കൂടുതൽ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? സഹോദരങ്ങളെ, മദീനയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തുകയും ഒരു വെള്ളത്താവളത്തിങ്കൽ ആളുകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണുകയും അവിടെ രണ്ട് സ്ത്രീകൾക്ക് വെള്ളം കൊടുക്കാൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം സഹായിക്കുകയും ആ സമയത്ത് മൂസാ നബിയുടെ അടുക്കലേക്ക് ആ സ്ത്രീകൾ വന്നു പറയുന്ന വാചകം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഫജാഅത്ഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ, വളരെ ലജ്ജയോടെ നാണവും മാനവും കാത്തുകൊണ്ട് അതാ അവിടേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ഖാലത്ത് ഇന്ന അബീ യദ്ഊക്, വളരെ മാന്യമായി ലജ്ജയോടുകൂടിയാണ് ആ സ്ത്രീ സംസാരിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിൻ്റെ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? വീടിൻ്റെ അകത്തളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട സ്ത്രീകൾ അന്യപുരുഷന്മാർക്കിടയിൽ യഥേഷ്ടം കറങ്ങി നടക്കുകയാണ്. വസ്ത്രധാരണം പോലും ഇസ്ലാമികമാക്കാതെ എല്ലായിടങ്ങളിലേക്കും അവരെത്തിപ്പെടുകയാണ്. ഇത് ലജ്ജ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണമല്ലാതെ മറ്റെന്താണ്? വീടിനകത്തും പുറത്തും അടുക്കളയിൽ പോലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ക്യാമറയിൽ പകർത്തുകയാണ്. മാന്യതയും മനുഷ്യത്വവുമുള്ള എല്ലാവരും പുറത്താരും അറിയരുതേ എന്ന് വിചാരിക്കുന്ന രംഗങ്ങൾ പോലും ക്യാമറയിൽ പകർത്തി ആയിരങ്ങളും പതിനായിരങ്ങളും കാണുന്ന സോഷ്യൽ മീഡിയകളിൽ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുകയാണ്. നാണം നഷ്ടപ്പെട്ടു പോയി ഇന്ന് നമുക്ക്. സുഹൃത്തുക്കളെ, അത് കാണുന്നത് അവരുടെ മകൾ കാണുന്നു, ഭർത്താവ് കാണുന്നു, സഹോദരൻ കാണുന്നു, ഉമ്മ കാണുന്നു, ഉപ്പ കാണുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത വിധം നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ലജ്ജ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമല്ലാതെ മറ്റെന്താണ്? ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു. മൻ ഖല്ല ഹയാഉഹു, ആരുടെയെങ്കിലും ലജ്ജ കുറഞ്ഞു പോയാൽ ഖല്ല വറഉഹു, പടച്ചവനെ പേടിയും കുറഞ്ഞു പോകും. അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത അവന് കുറയും. തഖ്വയും വറഉം, പടച്ചവനെ പേടി കുറഞ്ഞു പോകും. വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു, അങ്ങനെ പടച്ചവനെ പേടി കുറഞ്ഞു പോയാൽ മാത ഖൽബുഹു, അവൻ്റെ ഹൃദയം മരവിക്കും, അവൻ്റെ ഹൃദയം കടുത്തുപോകും, അവന് മനസ്സിൽ ആയത്തുകളും ഹദീസുകളും ഏഷാതെ വരും എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്.
അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മല്ലാ യസ്തഹി മിനന്നാസ് ലാ യസ്തഹി മിനല്ലാഹ്. ആളുകൾ കാണും എന്ന ഉളുപ്പ് തന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെ അള്ളാഹുവിൻ്റെ മുന്നിലും അവന് നാണമില്ലാത്തവനായി മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ സഹോദരൻ ഇത് കാണുന്നുണ്ടല്ലോ, എൻ്റെ ഭർത്താവ് ഇത് കാണുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ ഇത് അറിയുമല്ലോ എന്ന നാണം പോലും നഷ്ടപ്പെട്ടാൽ റബ്ബ് കാണുന്നു എന്ന ബോധവും അവന് നഷ്ടപ്പെടുമെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിൻ്റെ ഭാഗമായ ലജ്ജ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. വൃത്തികെട്ട പദപ്രയോഗങ്ങൾ നടത്തുക എന്നത് ലജ്ജ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. വൽ ഈമാനു ഫിൽ ജന്ന, ആ ഈമാൻ നിങ്ങളെ എത്തിക്കുക സ്വർഗത്തിലേക്കാണ്. വൽ ബദാഉ മിനൽ ജഫാ, വൃത്തികെട്ട വാക്കുകൾ പറയൽ മനസ്സ് കടുത്തുപോയതിൻ്റെ ലക്ഷണമാണ്. വൽ ജഫാഉ ഫിന്നാർ, ആ പരുഷത നരകത്തിലേക്കാണ് നിങ്ങളെ എത്തിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലജ്ജ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ജഅലൽ ഹയാഅ സൗബഹു ലം യറന്നാസു ഐബഹു. മൻ ജഅലൽ ഹയാഅ സൗബഹു, ആരെങ്കിലും ലജ്ജയെ ഒരു വസ്ത്രമായി സ്വീകരിച്ചാൽ, ഏത് കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും നാണം എന്നത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചാൽ, ലം യറന്നാസു ഐബഹു, ആളുകൾ പിന്നെ അവൻ്റെ ന്യൂനത കാണുകയില്ല, അവൻ്റെ കുറവ് ആളുകൾ ശ്രദ്ധിക്കുകയില്ല. കാരണം അവന് ലജ്ജ എന്ന ശീലമുണ്ടായതുകൊണ്ട് ആ ലജ്ജ കൊണ്ട് അവൻ്റെ എല്ലാ കുറവുകളും, അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ, അബദ്ധങ്ങൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ ലജ്ജ എന്ന വസ്ത്രം കൊണ്ട് അവൻ മൂടി പുതക്കും. അപ്പോൾ അവൻ ഉള്ള കുറവുകൾ ആരും അറിയുകയുമില്ല, കൂടുതൽ തിന്മകളിലേക്ക് അവൻ പോവുകയുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്നോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കാനൽ ഹയാഉ ഫി ഷൈഇൻ ഇല്ലാ സാനഹു, ഏതൊരു കാര്യത്തിലും ലജ്ജ കടന്നുകൂടിയാൽ അതിൻ്റെ ഭംഗി കൂടും. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ഏതൊരു കാര്യത്തിലും ലജ്ജയുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി കൂടും. വലാ കാനൽ ഫുഹ്ഷു ഫി ഷൈഇൻ ഇല്ലാ ഷാനഹു, ഏതൊരു കാര്യത്തിലും മ്ലേച്ഛത കടന്നു വന്നാൽ അത് മലിനമാകും, അത് ചീത്തയാകും, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ നിലക്കുമുള്ള ലജ്ജയുള്ളവരാകണം. പ്രത്യേകിച്ച് 4 രൂപത്തിലാണ് ലജ്ജയുണ്ടാകേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്ന്, അള്ളാഹുവിനോടുള്ള ലജ്ജയാണ്. അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന ലജ്ജ. ഏതൊരു കാര്യത്തിലേക്ക് അകപ്പെടുമ്പോഴും എൻ്റെ റബ്ബ് എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാം കാണുന്ന ബസീറാണ്, എല്ലാം കേൾക്കുന്ന സമീആണ്, എല്ലാം നിരീക്ഷിക്കുന്ന റഖീബാണ് എന്ന ബോധം സുഹൃത്തുക്കളെ തിന്മയിൽ നിന്ന് നമ്മെ വിട്ടു നിർത്തണം. രഹസ്യവും പരസ്യവും അറിയുന്ന എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് എനിക്ക് വിചാരണക്ക് ചെന്ന് നിൽക്കാനുള്ളത് എന്ന ചിന്തയോടെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെക്കാളും ഒരു മനുഷ്യന് ലജ്ജയുണ്ടാകേണ്ടത് റബ്ബിൻ്റെ മുന്നിലാണ്. ആരറിഞ്ഞില്ലെങ്കിലും, ആര് കേട്ടില്ലെങ്കിലും, ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കണം എന്ന ബോധം സുഹൃത്തുക്കളെ നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഓതി വെച്ച വചനം സൂറത്തുൽ അലഖിലെ 14-ാമത്തെ ആയത്താണ്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യരെ, നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ട ചോദ്യമാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം, മനുഷ്യൻ അറിയുന്നില്ലേ, ബി അന്നല്ലാഹ യറാ, അല്ലാഹ് അവനെ കാണുന്നുണ്ടെന്ന്. അല്ലാഹ് അവനെ കാണുന്നുണ്ട്, അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ്റെ ഓരോ കാര്യങ്ങളും ഏകനായ റബ്ബ് അറിയുന്നുണ്ട് എന്നവൻ മനസ്സിലാക്കുന്നില്ലേ? അലം യഅലം ബി അന്നല്ലാഹ യറാ, മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ അല്ലാഹ് കാണുന്നുണ്ടെന്ന്? ആ ഒരു ചിന്തയാണ് സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അല്ലാഹ് കാണുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ലേ എന്നാണ് റബ്ബിൻ്റെ ചോദ്യം. മലക്കുകളോടുള്ള ലജ്ജയാണ് രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്. എല്ലാ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന ബോധം. എൻ്റെ റബ്ബ് കാണുന്നു, എൻ്റെ റബ്ബ് ഏൽപ്പിച്ച മലക്കുകൾ അവ രേഖപ്പെടുത്തുന്നു. അള്ളാഹു പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ഹൃദയത്തിൽ തട്ടേണ്ട ആയത്തുകളാണ്. വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. സുഹൃത്തുക്കളെ, നമ്മെ ഒരാൾ കാണുന്നുണ്ട് എന്നാകുമ്പോൾ നമ്മുടെ രീതി മാറൂലേ? നമ്മളിങ്ങനെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്യാമറ നമ്മുടെ മുന്നിലൂടെ വന്നാൽ നമ്മൾ എത്ര മാന്യമായിട്ടാണ് ഭക്ഷണം കഴിക്കുക?
എത്ര മാന്യമായിട്ടാണ് നമ്മൾ ഇരിക്കുക. അല്ലാഹ് പറയാണ്, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അവർ മാന്യന്മാരായി എല്ലാം രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും അവരറിയുന്നുണ്ട് എന്ന് ഖുർആനിൻ്റെ 82-ാം അധ്യായം സൂറത്തുൽ ഇൻഫിത്താറിലെ 10, 11, 12 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ ലജ്ജ സ്വന്തത്തോട് തന്നെയുള്ള ലജ്ജയാണ്. ഞാനിങ്ങനെ ആകാൻ പാടില്ലല്ലോ എന്ന ആ ഒരു ലജ്ജ. മിമ്പറിൽ കയറുന്ന ഞാൻ ഈ ഹറാമ് കാണാൻ പാടില്ലല്ലോ. 5 നേരം നമസ്കരിക്കുന്ന ഞാൻ ഭാര്യയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ. എപ്പോഴും ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഞാൻ എൻ്റെ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ലല്ലോ. ഏത് തിന്മയിൽ നിന്നും നാണം കൊണ്ട് മാറി നിൽക്കാൻ സ്വന്തത്തോടൊരു ലജ്ജ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നന്മകൾ പ്രവർത്തിക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സ്വന്തത്തോടുള്ളൊരു ലജ്ജ. അതാണ് മൂന്നാമതായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാലാമത്തേത് ജനങ്ങളോടുള്ള ലജ്ജയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ കാണുമെന്ന ആ ഒരു ബോധം പോലും നഷ്ടപ്പെട്ടാൽ അതാണ് ലജ്ജയുടെ ഏറ്റവും അവസാനത്തെ അംശം. ലജ്ജയുടെ ഏറ്റവും ചെറിയ, ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് മറ്റുള്ളവർ കാണുമല്ലോ, അതിന് ഞാൻ നിന്നു കൊടുക്കാൻ പാടില്ലല്ലോ, അവരെന്നെ മനസ്സിലാക്കുന്നത് തെറ്റായി മാറുമല്ലോ എന്ന ചിന്ത. ഖുർആൻ പറയാണ്, യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ ഒളിപ്പിച്ചു വെക്കുകയാണ്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒളിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല കേട്ടോ. അല്ലാഹു ഏതായിരുന്നാലും കാണും. പടപ്പുകൾ കാണുമെന്ന ബോധം പോലും ഇല്ലാതായി പോയാൽ, പടച്ചവൻ കാണും, പടപ്പുകൾ കാണുമെന്ന ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ വിശ്വാസികളെ, അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് ഒരു വ്യക്തി നഗ്നനായി കുളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മിമ്പറിൽ കയറി, ഫസഇദൽ മിമ്പർ ഫഹമിദല്ലാഹ് വഅസ്ന അലൈഹി, ഹംദുമൊക്കെ ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനമുള്ളവനും ലജ്ജയുള്ളവനും ന്യൂനതകൾ മറച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവനുമാണ്. യുഹിബ്ബുൽ ഹയാ വസിത്ർ, മറയും ലജ്ജയും ഒക്കെ റബ്ബിന് ഇഷ്ടമാണ്. ഫഇദഗ്തസല അഹദുകും ഫല്യസ്തതിർ, അതുകൊണ്ട് കുളിക്കുമ്പോൾ ആളുകൾ കാണാതെ കുളിക്കണം കേട്ടോ, മറയുണ്ടായിരിക്കണം കേട്ടോ. തുറന്ന സ്ഥലത്ത്, തുറസായ സ്ഥലത്ത് ജനങ്ങൾ നഗ്നത കാണും വിധത്തിൽ കുളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറയാതെ, വ്യക്തിയെ വ്യക്തമാക്കാതെ തൻ്റെ ഖുതുബയിൽ മിമ്പറിൽ കയറി വിശദീകരിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ബോധവും ചിന്തയും സദാസമയവും നാം നിലനിർത്തുക. അല്ലാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ലജ്ജയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു സൽഗുണമാണ് ലജ്ജ എന്നും, ലജ്ജയില്ലെങ്കിൽ ഏതേത് തിന്മകളിലേക്കും മനുഷ്യൻ എത്തിപ്പെടുമെന്നും അള്ളാഹുവിനോടും മലക്കുകളോടും സ്വന്തത്തോടും ജനങ്ങളോടുമൊക്കെ ലജ്ജ കാണിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നും, നന്മ കൊണ്ടുവരുന്ന സൽഗുണമാണ് ലജ്ജ എന്നും, ഏതൊരു കാര്യത്തിൽ ലജ്ജയുണ്ടോ അത് ഭംഗിയുള്ളതായി മാറുമെന്നുമൊക്കെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പൊതുവേ ഇന്ന് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗുണം കൂടിയാണ് ഇത് എന്നും, ഒരു പരിധിവരെ സാമൂഹ്യ മാധ്യമങ്ങൾ അതിന് പങ്കുവഹിക്കുന്നുണ്ട് എന്നും, മുഅ്മിനീങ്ങളായ നമ്മൾ കണ്ണും കാതും കൽബും കൈയും കാലും നിയന്ത്രിച്ചുകൊണ്ട് ലജ്ജ ശീലിക്കണമെന്നുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ലജ്ജ കാരണം
നന്മകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാനും പാടില്ല. ലജ്ജ പാടില്ലാത്ത ചില സന്ദർഭങ്ങൾ പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുന്ന കാര്യത്തിലാണ്. ഞാനവിടെ പോയാൽ, ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്നിങ്ങനെ വിചാരിച്ച് ദീനിൻ്റെ കാര്യങ്ങളിൽ നിന്ന്, ദീനിൻ്റെ സദസ്സുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ, അതെത്ര ചെറുതോ വലുതോ ആയ കാര്യങ്ങളാണെങ്കിലും അറിയുന്നവരോട് ചോദിച്ച് പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് മടി ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരിൽ നിന്ന് സ്ത്രീകൾ പോലും വന്നുകൊണ്ട് അവരുടെ സ്ത്രീ സഹജമായ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അത് വ്യക്തമായി കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ജാഅത്ത് ഉമ്മു സുലൈം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കടന്നു വന്നു. ഫഖാലത്ത്, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്. അല്ലാഹു സത്യം ചോദിച്ചറിയുന്ന വിഷയത്തിൽ ലജ്ജിക്കാത്തവനാണല്ലോ, നന്മയുടെ കാര്യത്തിൽ ലജ്ജിക്കാത്തവനാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായാൽ കുളി നിർബന്ധമാകുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങൾക്ക് നനവ് കണ്ടാൽ നിങ്ങൾ കുളിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ. അൻസ്വാരി സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. ലം യംനഉഹുന്നൽ ഹയാ അയതഫഖഹന ഫിദ്ദീൻ വയസ്അൽന അൻ ദീനിഹിൻ. ദീനിൽ അവഗാഹജ്ഞാനം നേടാനും ദീനിലെ മസ്അല ചോദിച്ചറിയാനും അവർക്ക് യാതൊരു ലജ്ജയുമില്ല. അവരതിന് നാണവും മാനവും പറഞ്ഞു മാറി നിന്നില്ല, അവർ മടിച്ചു നിന്നില്ല. ദീനിൻ്റെ വിഷയങ്ങൾ ചോദിച്ചറിയുന്ന എന്ത് നല്ല സ്ത്രീകളാണ് എന്ന് അവരുടെ പൊക്കിപ്പറയുന്ന, പുകഴ്ത്തി പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാചകങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിരിൻ. ലജ്ജ കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ നിനക്ക് അറിവ് നഷ്ടപ്പെടാൻ പാടില്ല. ചില വാചകങ്ങളിൽ നമുക്ക് കാണാം, ലാ തതുലുബിൽ ഇൽമ റിയാ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ അറിവ് നേടരുത്. വലാ തത്റുഖുഹു ഹയാ. മറ്റുള്ളവർ കാണുമോ എന്ന് വിചാരിച്ച് നീ അത് ഒഴിവാക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി നീ അറിവ് നേടരുത്, തേടരുത്. മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ച് അറിവ് തേടുന്നതിൽ നിന്ന് നീ വിട്ടുനിൽക്കുകയും ചെയ്യരുത്. ഹയാവ് കൊണ്ട് ഇൽമ നഷ്ടപ്പെടരുത്, റിയാഇനു വേണ്ടി ഇൽമ നേടരുത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുപോലെ ലജ്ജ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാര്യം. നാം ഒരു നന്മക്ക് അവസരം കിട്ടുമ്പോൾ അവിടെ യാതൊരു മടിയുമില്ലാതെ അത് പറയേണ്ട രൂപത്തിൽ ആരോടാണോ പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ പറയേണ്ട അളവിൽ മറ്റുള്ളവരോട് ഉപദേശിക്കുക എന്നത്, തിന്മയെ വിരോധിക്കുക എന്നത് നാം ലജ്ജയില്ലാതെ ചെയ്യേണ്ട പ്രവർത്തനമാണ്. മനസ്സിലാക്കിയ സത്യം തുറന്നു പറയുന്നതിൽ നമുക്ക് ലജ്ജ പാടില്ല എന്നർത്ഥം. ആ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി ഇതിൻ്റെ ഗുണവും നന്മയും സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. എല്ലാ രംഗത്തും ലജ്ജ കാണിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിൽ ഉറച്ചു നിൽക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ഭാര്യയിലും മക്കളിലും സുഹൃത്തുക്കളിലും എല്ലാം ഈ ഒരു സൽഗുണം നീ ഊട്ടിയുറപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം യാ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.